ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് 56-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വചനത്തിലൂടെയാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, ജഡത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, യെശയ്യാ പ്രവചനത്തിൽ വാക്യമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ജീവിതത്തിൽ സമാധാനമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ സമാധാനം ലഭിക്കുവാൻ വേണ്ടത് പൂർണ്ണമായ ദൈവാശ്രയം. നിങ്ങൾ നിങ്ങളോട് തന്നെ തിരിഞ്ഞു ചോദിച്ച്, നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ചോദ്യം, നിങ്ങളുടെ ആശ്രയം മനുഷ്യരിലാണോ ദൈവത്തിലാണോ? ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുക, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. കണ്ടോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഭയമില്ല. ആരെല്ലാം നിന്റെ വഴി അടച്ചാലും, ഏതെല്ലാം തടസ്സങ്ങൾ നിനക്ക് വന്നാലും, ഏതെല്ലാം മാരക രോഗം നിന്നെ കയറി പിടിച്ചാലും, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ പറയുക, ഞാൻ ഭയപ്പെടുകയില്ല. ഭയപ്പെടാതെ ജീവിക്കുക എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. ചിലർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയം. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഭയം. നേരം വെളുക്കുമ്പം ഭയം, രാത്രി ഭയം, പകൽ ഭയം. പലതരത്തിലുള്ള ഭയം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭക്തൻ പറയുക, ഭയപ്പെടുത്തുന്ന ലോകത്തിലാണ് ഞാൻ പാർക്കുന്നത്, പക്ഷെ അവിടെ ഞാൻ ഭയപ്പെടാതിരിക്കുന്നതിന്റെ രഹസ്യം, ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവനാ. അതുകൊണ്ട് എന്നെ പൂർണ്ണ സമാധാനത്തിൽ ദൈവം കാക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ജഡത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരു ശക്തിക്കും എന്നോട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കും. എത്ര പേര് വചനത്തോട് ചേർന്ന് പറയും, ഇന്ന് തൊട്ട് ഞാൻ ഭയപ്പെടാതെ ജീവിക്കും, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കാമെന്നും ഭയപ്പെടാതെ അവനെ ജീവിക്കാൻ പറ്റുമെന്നും വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആ പൂർണ്ണ സമാധാനത്തിൽ ജീവിച്ചുകൊണ്ട്, ഭയപ്പെടാതെ ജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.